ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്നലത്തെ എപ്പിസോഡിൽ മദനൻ സാറും കമലാക്ഷി ടീച്ചറും പറഞ്ഞതനുസരിച്ച് സോമൻ സാർ രാധയ്ക്ക് ജോലി റെഡിയാക്കാൻ വേണ്ടി ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അങ്ങോട്ട് വരുന്ന വല്യമാമൻ വീണയ്ക്ക് തന്നെ ജോലി കൊടുക്കണമെന്ന് സോമൻ സാറോട് പറയാ. രാധയ്ക്കും മഹേഷിനും യാതൊരു എതിർപ്പും ഉണ്ടാവില്ല. മഹേഷെ, ഇക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ മഹേഷ് തലയാട്ട. വാ തുറന്ന് പറയടാ. ഇല്ല വല്യമാമേ, വീണയുടെ ജോലിക്കായി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, സാറ് പറഞ്ഞാൽ മതി എന്ന് വല്യമാമ പറയുമ്പോൾ, വീണയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാധയുടെയും മഹേഷിൻ്റെയും ഡിക്ലറേഷൻ കൂടി വേണം, അത്രയേ ഉള്ളൂ എന്ന് സോമൻ സാർ പറയാം. അതൊക്കെ അവർ തരും സാറേ. എന്നാൽ പിന്നെ തിങ്കളാഴ്ച തന്നെ ഫയൽ ഫോർവേഡ് ചെയ്യാമെന്ന് സോമൻ സാർ പറയുമ്പോൾ, സരസ്വതി ടീച്ചറുടെ കാര്യമായതുകൊണ്ട് എയുടെ കൺസിഡറേഷൻ ഉണ്ടാവും അല്ലേ സാറേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക. അതെ സാർ, ശരിക്കും ഹെൽപ്ഫുള്ളാണ് എന്ന് സോമൻ സാർ പറയുമ്പോൾ, ഇതൊന്നും പിടിക്കാതെ മഹേഷും രാധയും രേണുവും അവിടെ തന്നെ നിൽപ്പുണ്ട്. മേരിക്കുട്ടി ടീച്ചർക്കും വീണയ്ക്കും നീനയ്ക്കും ഇത് കേട്ട് സന്തോഷമാവുക. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് സോമൻ സാർ പറയുമ്പോൾ, എനിക്കും അവിടെ ബേക്കറിയിൽ നല്ല തിരക്കാ, ഞാനും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് വേഗത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന വല്യമാമ മഹേഷിൻ്റെ കൈ പിടിച്ച്, മഹേഷ് പോവല്ലേ, ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് നിർത്തുക. എന്നാൽ നിങ്ങൾ സംസാരിക്കുക, പേപ്പേഴ്സ് ഞാൻ തിങ്കളാഴ്ച മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് സോമൻ സാർ പോവുക. പിന്നീട് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ മഹേഷിനെ വല്യമാമൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട്, നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം, നിനക്ക് ബേക്കറിയിൽ തിരക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. വീണ ആരുമില്ലാത്ത കുട്ടിയാ, അവളെ പറ്റിക്കാമെന്ന വിചാരമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ കൈ പിടിച്ച് തിരിക്കുക. നീ ആ ഇൻഷുറൻസ് തുകയിൽ കിടന്ന് കളിക്കരുത്, ഞാനുള്ള കാര്യം പറഞ്ഞതല്ലേ, എൻ്റെ ബേക്കറി റിനോവേഷന് വേണ്ടി സഹായം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മഹേഷ് പറയുമ്പോൾ, സഹോദരങ്ങളുടെ സഹായം വേണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിന് വ്യവസ്ഥ വേണം, കുഞ്ഞിക്ക് പത്രത്തിൽ എഴുതി കൊടുക്കണം, വല്യമ്മ പറഞ്ഞാൽ മതി, ഞാൻ എന്താ വേണ്ടത് ചെയ്തോളാം എന്ന് മഹേഷ് പറയാ. പിന്നെ വീടും സ്ഥലവും തൽക്കാലം തൊട്ട് കളിക്കണ്ട, അവൾ പോയിട്ട് ആണ്ടൊന്ന് കഴിയട്ടെ, വെറുതെ നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഇട നീയായിട്ട് കൊടുക്കരുത്. ഇല്ല വല്യാമ്മ, എന്നാ നീ ഇറങ്ങിക്കോ, ഞാൻ പറഞ്ഞ കാര്യം നിന്റെ ഈ മനസ്സിലിരിക്കണമെന്ന് മഹേഷിൻ്റെ നെഞ്ചത്തടിച്ചോണ്ട് പറയാ. മഹേഷ് തൻ്റെ വണ്ടി എടുത്തോണ്ട് പോവുക. വീണ അങ്ങോട്ട് വന്ന്, അകത്തേക്കിരിക്കാൻ വല്യമ്മാമേ, ഞാൻ ചായ എടുക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട കുഞ്ഞി, നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയി വന്നാലോ, കുറച്ച് നാളായില്ലേ കുഞ്ഞി ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കല്ലേ. അത് വല്യമ്മാമേ എന്ന് പറയുമ്പോൾ, ഒന്ന് പുറത്ത് പോയി വരാന്നേ, മോള് പോയി റെഡിയായിട്ട് വാ എന്ന് പറയാ. പിന്നീട് കാണിക്കുന്നത് അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കിയ കടൽ തീരത്ത് വീണു നിൽക്കുന്നതാ. വല്യമാമയും റജിയുമുണ്ട് കൂടെ. കുറച്ചു നേരം കടൽ നോക്കി വന്നിട്ട്, അമ്മയും ഇപ്പോൾ ഇവിടെയാണല്ലോ എന്ന് പറഞ്ഞ് കരയ്യ. അമ്മ ഇവിടെ മാത്രമല്ല എവിടെയും കുഞ്ഞിക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ ഏതോ ഒരാൾ ചിതാഭസ്മം ഒഴുക്കുകയായിരുന്നു. അപ്പോഴാണ് വീണയും നിതിനും അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവരെ നോക്കി വല്യമ്മാമ, ആ രണ്ടുപേരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കുഞ്ഞിയുടെ കൂടെ എന്തിനും കൂടപ്പിറപ്പിനെ പോലെ ഉണ്ടാവും, വിശ്വസിക്കാം. അമ്മയ്ക്ക് നീനയും മിഥുൻ സാറേയും ഒത്തിരി ഇഷ്ടമായിരുന്നു. മേരിക്കുട്ടി ടീച്ചറും അമ്മയും കൂടി ചേർന്ന് ഇവരുടെ കാര്യമൊക്കെ നടത്തിയത്. അതിൻ്റെ പേരിൽ ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല ഉണ്ടായത്. നീനയുടെ പപ്പ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പന്തല് കെട്ടി സത്യാഗ്രഹം കിടന്നു. കൊള്ളാം, നല്ല തന്തയാണല്ലോ എന്ന് വല്യമ്മ പറയാ. അപ്പോഴേക്കും മിഥുനും നീനയും അവരുടെ അടുത്തെത്തിയിരുന്നു. എന്താടീന്ന് നീന ചോദിക്കുമ്പോൾ, നിന്റെ പപ്പയുടെ സത്യാഗ്രഹ കഥ പറഞ്ഞതാ എന്ന് വീണ പറയാ. ആളിപ്പോൾ എവിടാന്ന് വല്യമാമ ചോദിക്കുമ്പോൾ, അറിയില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല, നമ്മളെ വിഷമിപ്പിക്കാൻ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരെ അകറ്റി നിർത്തുക നല്ലത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ സമാധാനമുണ്ട്. നേരത്തെ ടീച്ചർ അമ്മയ്ക്കും മേരിക്കുട്ടി ടീച്ചർക്കും എൻ്റെ പപ്പയുടെ കാര്യത്തിൽ ഇടപെടാനേ നേരമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, ബന്ധം വിചാരിച്ച് ഒരു ഭാരവും തലയിലെടുത്ത് വെക്കാതിരിക്കുന്നതാ നല്ലത് എന്ന് വല്യമ്മ പറയാ. ഉറ്റവരെക്കാൾ നമുക്കുപകരിക്കുന്നത് സുഹൃത്തുക്കളാവും. ഞാൻ നിങ്ങളുടെ കാര്യം കുഞ്ഞോട് പറയായിരുന്നു. കുഞ്ഞിയുടെ ചേച്ചിക്കും ചേട്ടനും ഇല്ലാത്തൊരു ബന്ധം നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. ഇതൊക്കെ തന്നെ വലിയ കാര്യം എന്ന് വല്യമ്മ പറയുമ്പോൾ, ഞാനും മിഥുൻ സാറുമൊക്കെ ഇങ്ങനെ നിൽക്കാൻ ബാധ്യസ്ഥരാ വല്യമ്മാവ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ടീച്ചറമ്മ ഇടപെട്ടിട്ടുണ്ട്. വീണയും ഞാനും സ്കൂളിൽ ഒരേ ക്ലാസ്സിലായിരുന്നു. കുഞ്ഞിലേ എനിക്ക് അമ്മയില്ല, വീട്ടിൽ പരമദാരിദ്ര്യവും. സ്കൂളിൽ വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. തലചുറ്റി വീഴാതിരിക്കാനായി വഴിന്ന് പൈപ്പിൽ നിന്നൊക്കെ വയറു നിറച്ച് വെള്ളം കുടിച്ച് നടക്കും. അന്നത്തെ ക്ലാസ്സിൽ തളർന്നിരുന്ന് ഉറങ്ങിപ്പോവും. ഉച്ചയാവുമ്പോൾ കഞ്ഞി കിട്ടും. ആകെ കഴിച്ചിരുന്നത് ആ കഞ്ഞിയും പയറുമാ. കളിക്കാനൊന്നും പോവാതെ സ്ഥിരം ക്ലാസ്സിൽ തളർന്നിരുന്ന എന്നെ ടീച്ചറമ്മ ശ്രദ്ധിച്ചു. കാരണം മനസ്സിലാക്കി ടീച്ചറമ്മയുടെ ചോറിൻ്റെ പങ്കു തന്നു. പിന്നീട് വീണയുടെ കയ്യിൽ എനിക്കുള്ള ഭക്ഷണം കൊടുത്തുവിടും. എനിക്ക് വിശന്നപ്പോൾ എനിക്ക് ചോറ് തന്ന എൻ്റെ അമ്മയാ ടീച്ചറമ്മ.
തിന്ന ചോറിൻ്റെ നന്ദി ഉണ്ടാവില്ലേ വല്യമ്മാമേ എന്ന് നീന പറയുമ്പോൾ, നീന ടീച്ചർ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും സരസ്വതി ടീച്ചറെ പറ്റി പറയാൻ ഉള്ളിൽ തൊടുന്നൊരു കഥയുണ്ടാവും. അതാ ടീച്ചറമ്മയ്ക്ക് നാടിതുവരെ കാണാത്തൊരു വിട പറയൽ കൊടുത്തത്. ഉള്ളു പൊട്ടിയ ഓരോരുത്തരും നിലവിളിച്ചത് എന്ന് മിഥുൻ സാർ പറയുമ്പോൾ, സാറ് പറഞ്ഞത് ശരിയാ, എല്ലാവർക്കും ഉള്ളിൽ തട്ടിയൊരു കഥ പറയാനുണ്ടാവും അവളെപ്പറ്റി. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സരസ്വതിയാ. ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കാല് മുറിക്കാനിരുന്നതാ. അവൾ പഠിപ്പിച്ച ഡോക്ടർ ഇടപെട്ട കാരണം അത് സംഭവിച്ചില്ല. എത്ര തിരക്കാണേലും എനിക്കെന്തേലും കാര്യമുണ്ടെങ്കിൽ സരസ്വതി അവിടെ എത്തും. അവളിങ്ങനെ എനിക്ക് മുന്നേ പോവുമെന്ന് ആരെങ്കിലും കരുതിയോ? ഒന്നും ഓർക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ടും അത് പറ്റുന്നില്ല. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ കുഞ്ഞിക്ക് ജോലിയാവുന്ന തരത്തിൽ മേലോട്ട് പേപ്പർ അയക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് വല്യമ്മ പറയുമ്പോൾ, ഉറപ്പായിട്ടും അത് ഞങ്ങളെ കൂടി ആവശ്യമാണല്ലോ എന്ന് മിഥുൻ സാർ പറയാ. ജോലി കിട്ടാൻ വേണ്ടി വീട്ടിലെത്തി ചേട്ടനോടും ചേച്ചിയോടും സംസാരിച്ചത് നന്നായി. ഡിക്ലറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ഇനി പ്രശ്നമില്ല എന്ന് നീന പറയാ. വീണയ്ക്ക് ആ വീട്ടിൽ ജോലിക്ക് ആവശ്യം. പറഞ്ഞില്ലായിരുന്നാൽ ഓരോന്ന് പറഞ്ഞ് അവരത് നീട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ അത് ഒഴിവായി എന്ന് മിഥുൻ സാറും പറയാം. ഇവളുടെ ചേട്ടനെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തിയതാണോ എന്ന് നീന ചോദിക്കുമ്പോൾ, ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാൻ അല്പം ഗുണ്ടായിസമൊക്കെ വേണ്ടിവരും. പണ്ട് സരസ്വതിയെ ജോലിക്ക് ജോയിൻ ചെയ്യിക്കാൻ ഞാനാ ഒപ്പം വന്നത്. കുഞ്ഞിയെ ജോയിൻ ചെയ്യിക്കാനും എനിക്ക് തന്നെ പോണം. മിക്ക കാര്യങ്ങളിലും കുഞ്ഞ് സരസ്വതിയുടെ തനി പകർപ്പാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാനിച്ച ആളാ അവള്. അത്രയ്ക്കൊന്നും വേണ്ട കുഞ്ഞി, സ്വന്തം കാര്യം കൂടി നോക്കണം എന്ന് വല്യമാമ വീണയോട് പറയാ. പിന്നീട് കാണിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടിലേക്ക്. സന്തോഷിൻ്റെ അമ്മ പറഞ്ഞിട്ട് ബ്രോക്കർ പങ്കുണ്ണി വരുന്നതാണ്. സന്തോഷിൻ്റെ അച്ഛൻ അവിടെ ചാരുകസേരയിലിരിക്കുക. അയാൾ ഭാര്യ മണിയെ വിളിച്ച് പങ്കുണ്ണി വന്നെന്ന് പറയാ. സർക്കാർ ജോലിയുള്ള പെൺകുട്ടികൾ മാത്രം മതിയെന്ന് സന്തോഷിൻ്റെ അമ്മ പറയുന്നുണ്ട്. അവിടേക്ക് അവരുടെ മൂത്ത മരുമകളും വരുന്നുണ്ട്. മരുമോളെ പോലെ നഴ്സുണ്ടെന്ന് പറയുമ്പോൾ, ഇനി നഴ്സൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കയ്യിലുള്ള ഫോട്ടോയൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട്. അതിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറെ അവർക്ക് ഇഷ്ടാവുക. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഗ്രഹനിലയും ഫോട്ടോയും ഫോണിലേക്ക് അയക്കാമെന്ന് പറയുമ്പോൾ കാശും വാങ്ങി അയാൾ പോവുക. പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ രാധ ഓൺലൈൻ ബിസിനസ് കട്ടിലിരുന്ന് ചെയ്യുമ്പോൾ മഹേഷ് അങ്ങോട്ട് വന്ന് കട്ടിലിരുന്ന്, നിന്റെ ഈ ചാടയ്ക്കുള്ള കാശെങ്കിലും ഇതിന്ന് കിട്ടുന്നുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുക. നിങ്ങൾ ഈയിടെയായി ആൾക്കാരെ മുന്നിൽ വെച്ച് പുച്ഛിക്കുന്നത് കാണുന്നുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നതാ എന്ന് രാധ പറയുമ്പോൾ, ഞാൻ തമാശയ്ക്ക് പറയുന്നതാ എന്ന് വിഷ്ണു പറയും. എനിക്ക് തമാശയായൊന്നും തോന്നുന്നില്ലെന്ന് രാധ പറയുന്നുണ്ട്. നിങ്ങളുടെ ജോലി കാരണമാണ് എനിക്ക് അമ്മയുടെ ജോലി കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ടീച്ചറായേനെ. ഈ ജോലി ഞാൻ രാജിവെക്കണമെന്ന് വിഷ്ണു ചോദിക്കുക. ആദ്യം നീ നിന്റെ ജോലി രാജിവെക്ക്. അപ്പോൾ രാധ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം അമ്മയുടെ ജോലി വേണമെന്നായിരുന്നു. അധ്വാനവും ശമ്പളവും വെച്ച് ആ ജോലി കൊണ്ട് ഒന്നിനും തികയില്ല. കിട്ടാത്ത മുന്തിരിയുടെ പുളിയല്ലേ ഇത് എന്ന് വിഷ്ണു ചോദിക്കുക. പിന്നെ സോമൻ സാർ പറഞ്ഞില്ലേ, നിന്റെ തമിഴ്നാട്ടിലെ BEdന് ക്വാളിറ്റി ഇല്ലെന്ന്. ഇവിടുത്തെ BEd എടുത്താൽ പോരായിരുന്നോ, അതിന് അഡ്മിഷൻ കിട്ടണ്ടേ എന്ന് രാധ പറയുമ്പോൾ വിഷ്ണുവിനൊരു കോൾ വരിക. വിഷ്ണു ഫോണിലൂടെ, അതെ സാർ, അവരുടെ മകനും ഞാനും കൂടി ഐഡൻറ്റിഫൈ ചെയ്തത്, അത് സംസ്കരിച്ചു. ഷുവർ സാർ, കാണാം എന്നൊക്കെ പറയാ. എന്താ പ്രശ്നം എന്ന് രാധ ചോദിക്കുമ്പോൾ, വേറൊന്നുമില്ല, ഒഫീഷ്യൽ കോളാ. അമ്മയുടെ കാര്യമല്ലേ ചോദിച്ചത് എന്ന് രാധ ചോദിക്കുമ്പോൾ, സാർ ഇപ്പോഴാണ് അതറിഞ്ഞത്, അതുകൊണ്ട് കാര്യം ചോദിച്ചത്. ദഹിപ്പിച്ച കാര്യം ചോദിച്ചതോ? അത് ഇവിടുത്തെ റിച്വൽസ് എന്താണെന്ന് ചോദിച്ചതാ. ഏതോ ഓഫീസർ ആദ്യമായി വിളിക്കുമ്പോഴാണല്ലോ എനിക്ക് തോന്നിയതെന്ന് രാധ പറയുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതിരിക്കുക. വീണ്ടും ടീച്ചറമ്മയെ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്നതാ കാണിക്കുന്നത്. നഴ്സ് അവരോട്, നിങ്ങളെ കാണാൻ ആരും വന്നില്ലല്ലോ എന്ന് തമിഴിൽ പറയാ. പിറ്റേന്ന് കാലത്ത് ടീച്ചറമ്മയുടെ കുഴിമാടത്തിൽ 2 ഓഫീസേഴ്സ് വന്ന് നോക്കി പരിശോധിക്കുന്നുണ്ട്. വിഷ്ണുവും കൂടെയുണ്ട്. നിങ്ങളിത് അടക്കം ചെയ്തോ ദഹിപ്പിച്ചോ എന്ന് കൂടെയുള്ള പോലീസ് ചോദിക്കുമ്പോൾ, ദഹിപ്പിച്ചെന്ന് വിഷ്ണു പറയാ. നിങ്ങൾ പോലീസ് ഓഫീസർ ആണോന്ന് കൂടെയുള്ള പോലീസുകാരൻ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതറിയില്ലേ, ഒരു ബോഡി കിട്ടിയാൽ അത് DNA ടെസ്റ്റ് നടത്തണമെന്ന് എന്നൊക്കെ വിഷ്ണുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നീട് അവർ മുറ്റത്തെത്തുമ്പോൾ, എന്തിനാ ബോഡിയുടെ DNA സ്കിപ്പ് ചെയ്തത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ബോഡി മകൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, രാമേശ്വരത്തിനടുത്ത് ഒരു ഫാമിലി അൺഐഡൻറ്റിഫൈഡ് ബോഡി ന്യൂസ് പേപ്പറിൽ കണ്ട് കുറച്ചു നാൾ മുന്നേ വന്നു. അത് അവരുടെ അമ്മയുടെ ബോഡിയാണെന്നാണ് പറഞ്ഞത്. വി നീഡ് ടു ചെക്ക് ഇറ്റ് ആൻഡ് കൺഫേം. നിങ്ങൾ ബോഡി ദഹിപ്പിച്ചതിനെ കൊണ്ട് പരിശോധിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കതിൽ ഒരു ഡൗട്ടുമില്ല, അതെൻ്റെ മദറിൻലോ തന്നെയാ എന്ന് വിഷ്ണു പറയുക. പക്ഷേ ഞങ്ങൾക്കത് കൺഫേം ചെയ്യണമെന്ന് പോലീസ് പറയുക. നിങ്ങൾ DNA ടെസ്റ്റ് നടത്താതെ ദഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണി കൂടി.
സോറി സാർ, ഇത് 100% ഞങ്ങൾക്കുറപ്പായെന്ന് വീണ്ടും വിഷ്ണു പറയുക. അന്വേഷണത്തിന്റെ ഭാഗമായി ഇനിയും ഞങ്ങൾ വിളിക്കും എന്ന് പറഞ്ഞ് ആ ബോഡി ഐഡന്റിഫൈ ചെയ്ത മകനെവിടെന്ന് ചോദിക്കുക. ഒരു ബേക്കറി ഉണ്ട്, അവിടേക്ക് പോയതാണെന്ന് പറയുമ്പോൾ ഓക്കെ പറഞ്ഞ് അവർ പോവുക. ഇതൊക്കെ നോക്കിക്കൊണ്ട് രാധയും വീണയും രേണുവും കുറച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ വിഷ്ണുവേട്ടാ പ്രശ്നം എന്ന് ചോദിച്ച് വീണ അങ്ങോട്ട് വരിക. പ്രശ്നമൊന്നുമില്ല, രാമേശ്വരത്ത് ഏതോ സ്ത്രീയുടെ ബോഡി കാണാനില്ലെന്ന് പറഞ്ഞ് അതിതാണെന്ന് പറഞ്ഞു വന്നതാ. അമ്മയുടേതാണെന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്തതല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ അതെ, ഇതൊക്കെ നോർമൽ പ്രൊസീജിയറാ, വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുക. വീണ എന്തൊക്കെയോ സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.